കഥ ഭർത്താവ് ഭാഗം 53. ശ്യാം സുന്ദരിൻ്റെ ബൈക്കിൻ്റെ ഒച്ച അകന്നകന്നു പോകുന്നതോടെ ഗോപിനാഥൻ അവിടെ ഇരുന്നു കൊണ്ട് മുഖം തിരിച്ചു ശ്രീലേഖ നിൽക്കുന്നിടത്തേക്ക് നോക്കി. രണ്ടുപേരുടെയും മുഖത്ത് സർവ്വ ആശകളും കെട്ടടങ്ങിപ്പോയ ഒരു ഭാവം കാണാമായിരുന്നു. താവിനിടയ്ക്ക് വരുമ്പോഴും ശ്യാമുമായി സംസാരിക്കുമ്പോഴും ആശയുടേതായ നേരിയ ഒരു കിരണമെങ്കിലും ഇരുവരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായി പോയിരിക്കുന്നു. ഗോപിനാഥൻ എണീറ്റ് ശ്രീലേഖയുടെ അടുത്തേക്ക് ചെന്നു. 50 ലക്ഷം രൂപയൊന്നുമല്ല ചെറിയച്ച അയാളുടെ ആവശ്യം. 50 ലക്ഷമല്ല, 1 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും അയാൾ ഒഴിഞ്ഞു പോകില്ല. അയാൾക്കറിയാം 50 ലക്ഷം രൂപയൊന്നും ഞങ്ങളെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ശ്രീലേഖ സങ്കടത്തോടെ പറഞ്ഞു. അവൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അവന് പിടികിട്ടിക്കഴിഞ്ഞു. അതല്ലേ കൂടുതൽ തർക്കങ്ങൾക്ക് നിൽക്കാതെ അവൻ ഇറങ്ങിപ്പോയത്. നീ ഭയന്നു പോയ മോളെ? അയാൾ അവളുടെ തോളത്ത് ആശ്വസിപ്പിക്കും മട്ടിൽ 2 തവണ തട്ടി. ഇതെവിടെ ചെന്ന് നിൽക്കുമോ എൻ്റെ ദൈവങ്ങളെ? എന്നാണോ ഈ ദുരിതത്തിന് ഒരു അറുതിയുണ്ടാവുക? സരോജിനി അമ്മക്ക് സങ്കടം വന്നു. കണ്ണിൽ നിന്ന് നീർ ഒലിക്കുന്നില്ലായിരുന്നെങ്കിലും ആയമ്മ നെഞ്ചുപൊട്ടി കരയുന്നുണ്ടെന്ന് അവരുടെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. മോളെ, നീയൊന്ന് സൂക്ഷിച്ചോണേ കുഞ്ഞെ. ഞാനും പഞ്ചായത്ത് മെമ്പറും ചേർന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കവലയിലെ കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ ആ കടക്കാരൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത്. തേച്ചിട്ടും ഉരച്ചിട്ടും ഭ്രാന്ത് മാറാത്ത ഇവനെ പിടിച്ച് ആരാ പെണ്ണിൻ്റെ തലയിൽ വെച്ചു കൊടുത്തതെന്ന്. ഇപ്പോഴയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകുന്നത്. ഗോപിനാഥൻ എന്താ ഓർത്തെടുക്കും മട്ടിൽ നിന്നു പറഞ്ഞു. എന്താടാ ഗോപി അവർ പറഞ്ഞത്? ഇവന് ഭ്രാന്തുണ്ടായിരുന്നെന്നാണോ? സരോജിനിയമ്മയ്ക്ക് ആദിയായി. ഗോപിനാഥൻ മുഖം തിരിച്ച് അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഏട്ടത്തിക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? കഷ്ടം തന്നെ. ഗോപിനാഥൻ അവരോട് തുടർന്ന് എന്ത് പറയണമെന്നും അറിയാതെ നിന്നു. ഈ ഭ്രാന്തൻ്റെ കൂടെ ജീവനിൽ കൊതിയുള്ള ഞങ്ങൾ എങ്ങനെയാടാ കഴിയുന്നത്? അവന് ഭ്രാന്താണെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ചികിത്സിക്കാൻ നമുക്കവൻ്റെ വീട്ടുകാരോട് പറയാം. നിനക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ വിളിച്ചു പറയാം അവരോട്. ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ വേണമെങ്കിൽ മോന് വേറൊരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾക്കിവിടെ മനസമാധാനത്തോടെ കഴിയണം. അവൻ്റെ ഭ്രാന്ത് കണ്ട് പേടിച്ച എൻ്റെ കൊച്ച് വീട് വിട്ടു പോയിരിക്കുന്നത്. പറഞ്ഞു വരവേ സരോജിനി അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഏട്ടത്തി വെറുതെ ചാടിക്കയറി അവനോട് കയർത്ത് സംസാരിക്കാനൊന്നും നിൽന്നേക്കല്ലേ. അവന് തലയ്ക്ക് വെളിവില്ലാത്തതാണോ അതോ നോർമൽ ആണോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. ആരെങ്കിലും പറഞ്ഞ് 2 വാക്കിൻ്റെ പുറത്ത് നമ്മൾ അവനെ വിലയിരുത്താൻ നിന്നാൽ സംഗതി ചിലപ്പോൾ കൂടുതൽ വഷളാകാനേ അത് ഉപകരിക്കൂ. ഏതായാലും അവൻ്റെ അമ്മയെ വിളിച്ച് ഞാനൊന്ന് ചോദിക്കുന്നുണ്ട്. വല്ലവൻ്റെയും മക്കളെ ചതിക്കാനാണോ ഇതുപോലൊരു കാലന് ജന്മം കൊടുത്തതെന്ന് എനിക്കൊന്നും അറിയണം. നീ ഇന്നിനി ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ മോളെ? വിഷയം മാറ്റാനെന്ന മട്ടിൽ അയാൾ ശ്രീലേഖയോട് ചോദിച്ചു. പോവാ ചെറിയച്ചാ, ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? ശരി, നീ പോകുന്നെങ്കിൽ പോകാൻ നോക്ക്. തൽക്കാലം നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റൂ. അവന് പ്രകോപനമുണ്ടാകുന്ന രീതിയിൽ പെരുമാറാതെ നോക്കുക. അതിലൊന്നും നിൽക്കുന്നില്ല കാര്യം എങ്കിൽ നമുക്കപ്പോൾ നോക്കാം. എന്താ? ശ്രീലേഖ അയാൾ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കും മട്ടിൽ തല ചലിപ്പിച്ചു. കുറച്ചു നേരം കൂടി അയാൾക്ക് അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഫോണിലേക്ക് ചന്ദ്രികയുടെ കോൾ വന്നതിനാൽ അയാൾക്ക് അപ്പോൾ തന്നെ മടങ്ങിപ്പോരേണ്ടി വന്നു. തുടർന്നുള്ള 1-2 ദിവസങ്ങളിൽ അവിടെ പ്രത്യേകിച്ചൊരു സംഭവവികാസങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ഇന്ന് സജിത്തിൻ്റെ ബർത്ത്ഡേയാണ്. അതിൻ്റെ ചെറിയൊരു പാർട്ടി അവൻ സുഹൃത്തുക്കൾക്ക് നൽകുന്നുണ്ട്. അതിൽ സുനിതയും ഉൾപ്പെടുന്നു. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴേ സുനിത അമ്മയോട് ശ്രീലേഖയോടും ഇന്ന് സജിത്തിൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞു. സരോജിനിയമ്മയ്ക്ക് അത് കേട്ട് നിസ്സംഗതയോടെ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ചിലവുണ്ടെന്ന് പറഞ്ഞേക്കണേടി. സജിത്തിനോട് ഒരു ഹാപ്പി ബർത്ത്ഡേയും കൊടുത്തേക്കട്ടോ.
ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുന്നതിനിടയിൽ ശ്രീലേഖ പറഞ്ഞു. സുനിത പോയി അരമണിക്കൂർ കഴിഞ്ഞ് അടുത്ത ബസ്സിലാണ് ശ്രീലേഖ പോകുന്നത്. ചേച്ചി, ഞാൻ വൈകിട്ട് ചിലപ്പോൾ അരമണിക്കൂർ താമസിക്കുമേ. സജിത്തിൻ്റെ ട്രീറ്റുണ്ട് വൈകിട്ട്, ഞങ്ങൾക്ക് 5 പേർക്ക്. ഐസ്ക്രീം ആയിരിക്കും, അതോ മന്തിയോ? എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാം. ഞങ്ങളെല്ലാം കൂടി കൂട്ടായിട്ട് ഒന്ന് ആലോചിക്കട്ടെ. അധികം വൈകാൻ നിൽക്കല്ലേ മോളെ. നീ വരാൻ വൈകിയാൽ നിന്നെ തിരക്കി കവലയിൽ നിന്ന് നിൽക്കാൻ ശ്രീകുട്ടനും ഇവിടെല്ലാം ഓർക്കണേ. എനിക്കറിയാം ചേച്ചി, ഞങ്ങൾ ഇന്ന് വൈകിട്ട് ട്യൂഷന് പോകുന്നില്ല, അതുകൊണ്ട് താമസിക്കില്ല. സുനിത പതിവിൽ കവിഞ്ഞ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയി. ജീവിതത്തിൽ ഇടയ്ക്കിടെ അശാന്തി പരത്തുന്ന എന്തൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ മാത്രമാണ്. എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ കുളിർമഞ്ഞു പോലെ പടർന്നു കയറുന്ന ചില നനുത്ത ഓർമ്മകളാണ് അവൾക്ക് സജിത്തിൻ്റെ സ്നേഹം. ആ ഓർമ്മകളിൽ സ്വയം മറന്നു പോവുക ഇപ്പോൾ അവൾക്കൊരു ശീലമായിരിക്കുന്നു. എത്രയൊക്കെ കടും വിഷാദത്തിലിരിക്കുമ്പോഴും അവൻ്റെ ഒരു വിളി മതി, അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം മതി അവൾക്ക് ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ. വൈകുന്നേരം സ്കൂൾ വിട്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് നടക്കുന്നതിനിടെ സുനിത അരികിൽ സജിത്തിൻ്റെ കാർ വന്നു നിന്നു. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന നിയ അവൾക്ക് കയറാനായി ഡോർ തുറന്നു കൊടുത്തു. സുനിത വെളിയിൽ നിന്നും കാറിനുള്ളിലേക്ക് നോക്കി. മുൻസീറ്റിൽ നജീബ് ഇരിപ്പുണ്ട്, പിന്നിൽ നിയ മാത്രം. അജേഷ് എവിടെ? അവൾ അവിടെ നിന്നും കൊണ്ട് തിരക്കി. അവൻ വൈകിട്ട് വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞു. നീ കയറിക്കോ. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് സജിത്ത് പറഞ്ഞു. സുനിത കാറിനുള്ളിൽ കയറി ഡോർ അടച്ചു. അത്യപൂർവമായ ഒരു സൗരഭ്യം കാറിനുള്ളിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. 5 മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ വൃത്തിയും ഭംഗിയുമുള്ള ഒരു മന്തിക്കടയ്ക്ക് മുൻപിൽ കാർ നിന്നു. യമനി മന്തി, തബാൻ മന്തി എന്നീ തുടങ്ങിയ തനിക്കറിയാത്ത കുറേ പേരുകൾ അവിടെ സുനിത കണ്ടു. അവർ കാറിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവിടെ കോഴിയുടെയോ ആടിൻ്റെയോ ഒക്കെ നെയ്യൊരുകുന്ന മണം അവരെ വന്ന് പൊതിഞ്ഞു. വിശപ്പ് ഇപ്പോൾ ഇരട്ടിയായി അല്ലേ സുനിതേ? നിയ എല്ലാവരും കേൾക്കേ വേണ്ടി പറഞ്ഞു. സജിത്ത് അവരെ ഒരു ഫാമിലി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ ഡ്യൂട്ടി ഇവിടെ തീർന്നു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരവർ ഓർഡർ ചെയ്തോണം. ഇവിടെ വന്തി മാത്രമല്ല, സർവ്വ ഐറ്റംസും കിട്ടും. സജിത്ത് മെനു കാർഡ് എടുത്ത് ഒന്ന് നജീബിനും മറ്റൊന്ന് നിയയ്ക്കും കൊടുത്തു. സുനിതയ്ക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചറിഞ്ഞ ശേഷം നിയ അവൾക്ക് കൂടി ചേർത്ത് ഓർഡർ കൊടുത്തു. അതിനിടയിൽ ഒരു ഫുൾ ചിക്കൻ മന്തി പാർസൽ എടുത്തോളാൻ സജിത്ത് വൈറ്ററോട് പറഞ്ഞു. ആർക്കാടാ പാർസൽ? നജീബ് തിരക്കി. അമ്മയ്ക്ക്, സജിത്ത് മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു ചിക്കൻ മന്തി ഒറ്റയ്ക്ക് നിൻ്റെ അമ്മയ്ക്കോ? അമ്മ മാത്രമാണോടാ വീട്ടിൽ? അച്ഛനില്ലേ? പിന്നെ ജോലിക്കാർ? സജിത്തിൻ്റെ വാക്കുകൾ അത്ര വിശ്വാസം വരാത്ത മട്ടിൽ നജീബ് അവനെ ഒന്ന് നോക്കി. സുനിത നിയമായി സംസാരിച്ചിരിക്കുന്നതിനാൽ അവർ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. വൈകിട്ട് വീട്ടിൽ പാർട്ടിയില്ലേ സജിത്തെ? പിന്നെന്തിനാ പാർസൽ? നജീബ് അവൻ പറഞ്ഞത് വിശ്വാസം വന്നില്ല. പാർട്ടിയൊന്നുമില്ല, 10-15 പേര് കാണും. ഒരു കേക്ക് മുറിക്കും, പിന്നെ ഒരു ജ്യൂസും ഒരു പീസ് കേക്കും, അതിനപ്പുറം ഒന്നുമില്ല. ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ നാളെ ഞാൻ അറിയും. അജേഷ് എന്നോട് പറയുമേ. നിനക്കെന്നെ വിശ്വാസമില്ലാടാ. സജിത്ത് മുഖമുയർത്തി അവനെ നോക്കി. ഇക്കാര്യത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. ഇടയ്ക്കവൻ ഒരു സംശയത്തോടെ സുനിതയെ ഒന്ന് നോക്കി. അവർ ഓർഡർ ചെയ്ത ആഹാര സാധനങ്ങൾ മേശപ്പുറത്ത് നിരത്തപ്പെട്ടു. ആദ്യമായി ഇങ്ങനൊരു ആഹാര സാധനം തൻ്റെ മുൻപിൽ എത്തിയതിൻ്റെ അമ്പരപ്പിലായിരുന്നു സുനിത. അവൾ എല്ലാവരുടെയും പ്ലേറ്റുകളിലേക്ക് നോക്കി എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നറിയാനാണ് അവൾ നോക്കിയിരുന്നത്. ദേ, അവരുടെ പാത്രത്തിലേക്കൊന്നും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിക്കോ.
സോസൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് ആടിൻ്റെ ചെറിയൊരു പീസ് ആദ്യം നുള്ളിയെടുക്കുക. പിന്നെ അതെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വായിൽ വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, തീർന്നു സംഗതി. ഇനി മുമ്പിൽ ആരിയ്ക്കുന്നു എന്ന് പോലും നോക്കാതെ ആക്രാന്തം തുടങ്ങിക്കോളൂ. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് സുനിതയ്ക്ക് അവൾ കാണിച്ചു കൊടുത്തു. ഇതിനാ സജിത്തെ പറയുന്നത്, വല്ലപ്പോഴുമെങ്കിലും ഇവളെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഒരു മന്തിയോ ബിരിയാണിയോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. നിയ മന്തിച്ചോറ് വായിൽ വയ്ക്കുന്നതിനിടയിൽ സജിത്തിനോട് പറഞ്ഞു. ഞാൻ വിളിക്കാഞ്ഞിട്ടാണടി. അവൾ വരണ്ടേ? നിന്റെ മുമ്പിലിരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്ക് എത്ര തവണ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന്. നിയ തൊട്ടടുത്തിരിക്കുന്ന സുനിതയെ നോക്കി. അതെ, ഒറ്റയ്ക്ക് സജിത്തിൻ്റെ കൂടെ പോകാൻ പേടിയാണെങ്കിൽ ഇനി സജിത്ത് വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാനും വരാൻ കൂടെ. സുനിതയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് നിയ പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ അവർ ആഹാരം കഴിച്ചെണീറ്റു. കൗണ്ടറിൽ സജിത്ത് പറഞ്ഞ പാർസൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബില്ല് കൊടുത്ത ശേഷം അവർ കാറിനരികിലേക്ക് പോന്നു. നജീബ് പാർസൽ എടുത്തും കൊണ്ടുവന്ന് കാറിന് പിന്നിലേക്ക് വെച്ചു. നിന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്കാം കേട്ടോ. സജിത്ത് ആദ്യം നീയെ വീട്ടിൽ കൊണ്ട് വിട്ടു. എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി സജിത്തെ, സുനിത പറഞ്ഞു. ഇന്ന് എല്ലാവരെയും അവരവരുടെ വീട്ടിലാണ് വിടുന്നത്. നീ ഇന്ന് ബസ്സിൽ പോകണ്ട, സജിത്ത് പറഞ്ഞു. അയ്യോ വേണ്ട, സുനിതക്ക് ആദ്യമായി. പേടിക്കാതെടി, ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്നും വരുന്നില്ല പോരെ. നീ ബസ് ഇറങ്ങുന്ന കവലയിലേക്ക് മുമ്പേ ഇറക്കി വിട്ടേക്കാം. അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ പൊയ്ക്കോ. എന്താ? അതിന് സുനിത തർക്കിക്കാൻ നിന്നില്ല. കവലയിലെത്തുന്നതിന് 1/2 കിലോമീറ്റർ മുൻപേ വിജനമായ ഒരിടത്ത് സജിത്ത് കാർ നിർത്തി. സുനിത കാറിൽ നിന്നിറങ്ങും മുൻപേ അവൻ പിന്നിരുന്ന പാഴ്സലെടുത്ത് അവളെ ഏൽപ്പിച്ചു. എന്നെ ആശംസകൾ അറിയിച്ച ശ്രീലേഖ ചേച്ചിക്ക്. അവൾ അമ്പരപ്പോടെ പാഴ്സലിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. പിടിക്കേടി, ഇതുകൊണ്ട് നീ ബസ്സിൽ ഇവിടെ വരെ വരണ്ടല്ലോ എന്നോർത്താ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞത്. സുനിതയ്ക്ക് സന്തോഷം കൊണ്ട് നെഞ്ചു വിങ്ങി. അവൾക്ക് അവനോടുള്ള നന്ദി അവളുടെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. നീ പുറത്തേക്ക് ഇറങ്ങി. നിനക്ക് ഇത് പിടിച്ചും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാനെടുത്ത് പുറത്തു വരാം. സജിത്ത് പാഴ്സലും കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. അമിത വേഗത്തിൽ പാഞ്ഞു വന്ന ഒരു ടിപ്പർ ലോറി അവനെ തൊട്ടില്ലെന്ന മട്ടിൽ മുന്നോട്ട് പാഞ്ഞു. 20 മീറ്ററോളം ദൂരത്തിൽ ബ്രേക്ക് ഇട്ടുന്നു. അന്തരീക്ഷത്തിൽ ടയർ കത്തിയ മണം പടർന്നു. സജിത്തേ എന്ന് വിളിച്ചും കൊണ്ട് നജീബ് ചാടിയിറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു. അവനെന്ത് ഭ്രാന്തായി കാണിച്ച് സജിത്തേ? നിനക്ക് വല്ലതും പറ്റിയോടാ? നജീബ് കൂട്ടുകാരനെ അടിമുടി നോക്കി. തെണ്ടി കൈവരുടെ മോനെ, ഇന്ന് ഞാൻ അവനൊക്കെ ആളെ കൊല്ലാനാണോ വണ്ടി ഓടിക്കുന്നത്? നജീബ് ടിപ്പറിനരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവനെ സജിത്ത് തടഞ്ഞു. സജിത്തിൻ്റെ കൈകൾക്ക് വിറയലുണ്ടായിരുന്നു. അവൻ നന്നായി ഭയന്നു പോയിട്ടുണ്ടെന്ന് നജീബിന് തോന്നി. ടിപ്പർ ലോറി പിന്നിലേക്ക് മെല്ലെ ഉരുണ്ടുവന്ന് കാറിൻ്റെ തൊട്ടു മുന്നിൽ നിന്നു. പിന്നെ തോളത്ത് കിടന്ന തോർത്തെടുത്ത് സീറ്റിലേക്കിട്ട ശേഷം ഡ്രൈവർ പുറത്തേക്ക് ചാടിയിറങ്ങി. ശ്യാം സുന്ദർ തങ്ങൾക്കരികിലേക്ക് വരുന്നത് കണ്ട് നടുങ്ങി നിൽക്കുകയായിരുന്നു സുനിത. തുടരും കഥയുടെ അടുത്ത ഭാഗം.